അൺബോക്സിങ് വീഡിയോ ആണ്. അൺബോക്സിങ് എന്ന് വെച്ചാൽ ഞാൻ മീഷോന്ന് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തു തന്നു. ഇതൊക്കെയാണ് സാധനങ്ങൾ. ഒരു 4 സാധനം ഓർഡർ ചെയ്തു തന്നു. പക്ഷേ ഇതിൻ്റെ അകത്ത് എന്താണെന്ന് ഞാൻ മറന്നുപോയി. അപ്പോൾ എന്താണ് ഞാൻ ഓർഡർ ചെയ്തതെന്ന് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് പൊട്ടിക്കാം. ഫസ്റ്റ് ഈ പെട്ടി തന്നെ പൊട്ടിക്കാം. ഇതിലെന്താണെന്ന് എനിക്കറിയില്ല, നമുക്കൊന്ന് നോക്കാം. ബാക്ക്ഗ്രൗണ്ടിൽ ആട് കരയുന്ന സൗണ്ട് തിരിയാം, ക്ഷമിക്കുക. അപ്പോൾ ഇതാണ് സാധനം. ഇത് എനിക്കിപ്പോഴാണ് മനസ്സിലായത് ഞാൻ എന്താണ് ഓർഡർ ചെയ്തതെന്ന്. കുറച്ച് ബീഡ്സ് ആണ് ഓർഡർ ചെയ്തത്. അതായത് ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രാഫ്റ്റും ഉപയോഗിക്കാം. ഇത് പിന്നെ ഡ്രസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൽ വെക്കാം. അങ്ങനത്തെ കുറേ ബീഡ്സാണിത്. ഇത് ബ്ലാക്ക്, ഇത് മെറൂൺ, ഇത് വയലറ്റ് ആൻഡ് ഗോൾഡ്, ഗ്രീൻ, ബ്ലൂ, പിങ്ക്, വൈറ്റ്. ഓക്കെ, എത്ര ഐറ്റംസ് ഉണ്ട്? 1 2 3 4 5 6 7 8 ഇതാണ്. ഇതിന് അറൗണ്ട് സംതിങ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കാണുന്നില്ലല്ലോ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് എനിക്ക് ഓർമ്മയില്ല, ഞാൻ മറന്നുപോയെന്ന് പറഞ്ഞു. അപ്പം ഇതിൻ്റെ അകത്ത് ഇത് സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. പിന്നെ അവർ താങ്ക് യു എന്ന് അയച്ചിട്ടുണ്ട്. താങ്ക് യു. അപ്പം അത് ഇത് ഈ ഒരു സാധനം ഇത് ഒട്ടിക്കാനുള്ള ഒരു പശ എന്ന് പറയാം. അപ്പോൾ ഇത് എവിടെയെങ്കിലും റിയൽ ഫോട്ടോ ഞാൻ മേലിൽ കൊടുക്കാം. മീഷോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. ഓക്കെ, ഇതവിടെ ഇരിക്കട്ടെ. അടുത്തത് നമുക്ക് ഇത് പൊളിക്കാം. ഇതും എന്താണെന്ന് എനിക്കറിയില്ല, പൊളിച്ച് നോക്കാം. വെൽ പാക്കിംഗ് ആണ് മീഷോ. പാക്ക് ചെയ്തു. ഇതും സെയിം ബീഡ്സ് അല്ല, പക്ഷെ ഡിഫറെൻ്റ് ആണ്. തരാം. ഇത് ഒരു ഗോപുരം ഡിസൈനിൽ വരുന്നൊരു ഇതാണ്. കാണാൻ പറ്റുന്നുണ്ടോ? ഇത് ഒരു ഗോൾഡ് കളറ്, സെയിം കളർ തീമിലാണ് വരുന്നത്. ഇതൊരു ഗ്രീൻ അല്ല, ഒരു എന്തോ ഒരു ഗ്രീൻ. ഇത് ബ്ലൂ, ഇത് ഓറഞ്ച്, ഇത് ഡാർക്ക് പിങ്ക്, ഇത് റെഡ്, വൈറ്റും വരുന്നുണ്ട്. ഇതൊക്കെ ഡ്രസ്സിലൊക്കെ ഒട്ടിക്കാനാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്ക് വെറൈറ്റി കളറൊക്കെ ഒട്ടിച്ച് കൊടുക്കാനോ കഴുത്തിലും കയ്യിലും ഒക്കെ ഡ്രസ്സിൻ്റെ. അപ്പോൾ അതിനും ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. 2 പ്രോഡക്റ്റ് കഴിഞ്ഞു. ഇനി 2 ബാക്കി. അതിൽ എനിക്ക് നോക്കാം. ബാക്കിൽ സൗണ്ട് വേറെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, ക്ഷമിക്കുക. അടുത്ത ഇത് പൊളിക്കാം. ഈ ഒരു ബോക്സ് പൊട്ടിച്ച് നോക്കാം. ഈ ഒരു ബോക്സ് പൊട്ടിക്കട്ടെ. ഒരു മിനിറ്റ്. ബോക്സ് പൊട്ടിച്ചു. ഇതിൽ കുട്ടി കുട്ടി മിററാണ് ഉള്ളത്. ഈ ഒരു മിററാണ് ഇത്. റൗണ്ട് മിററും ഇതിൽ
ഈ ഒരു ഷേപ്പ് എനിക്കറിയാം. ഒരു ഷേപ്പും ഇതിൽ വരുന്നത് ഡയമണ്ട് മിററാണ്. പിന്നെ ഇത് ട്രയാങ്കിൾ. ഇതൊക്കെ മിററാണ്, കുട്ടി മിറർ. പല ഷേപ്പിലുണ്ട് മിറർ. തീർന്നില്ല, കുറേ ഉണ്ട്. അതിൻ്റെ കുറച്ച് വലുത് പീസാണ് ഇതൊക്കെ. ഇപ്പോൾ കാണിച്ച് ചെറുത്. ഇതും അതിൻ്റെ വലുത് തന്നെയാണ്. നമ്മൾ നേരത്തെ കാണിച്ചില്ലേ, ഇതിൻ്റെ വലുത്. അങ്ങനെ ചെറുതും വലുത് 2 സെക്ഷനായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിലൊന്നുമില്ല, തീർന്നു. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഈ ലാസ്റ്റ് ബോക്സ് വന്നിട്ട്. ഇത് എനിക്കറിയാം, കാരണം ഇത് ഞാൻ ലാസ്റ്റ് ഓർഡർ ചെയ്തതാണ്. ഇതെനിക്ക് തോന്നുന്നു വൈറ്റ് ബീഡ്സ് ആണ്. എന്താണ് പൊട്ടിക്കാനാ? സോറി, ഇവിടെ വലിച്ച് പറിക്കാതല്ല. ഇതിലും താങ്ക് യു ഉണ്ട്. താങ്ക് യു. അത് വായിച്ച് ബോറടിപ്പിക്കുന്നില്ല. ഇതിലുള്ള അക്ഷരം, ഇതിലുള്ള വൈറ്റ് സംഭവമാണ്. പൊട്ടിച്ചെടുക്കാം നമുക്ക്. കുട്ടി ബീഡ്സ്. ഇത് കുഞ്ഞി ഇതാണ്. ഇത് കുറച്ച് വലുത്. ഇതിലും അതേ സെയിം 2 സെക്ഷനായിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇതും സെയിം തന്നെയാണ്. ഇത് കുറച്ച് വലുത്, അതിൻ്റെ ഒരു ചെറുതാണിത്. ഇത് അതുപോലെ ഇത് കുറച്ച് ബീഡ്സ്. അപ്പോൾ ഇത്രയാണ് ഈ കവറിലുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാം കൂട്ടി ഞാനൊരു ഫോട്ടോ കൂടി ഇടാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മീഷോ ഒന്ന് പർച്ചേസ് ചെയ്യാം. ക്രാഫ്റ്റിന് വേണ്ടി മാത്രമല്ല, ഡ്രസ്സിലൊട്ടിക്കാനും അതുപോലെ എന്തെങ്കിലും ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യുന്ന സമയത്തൊക്കെ ഈ ബീഡ്സൊക്കെ ഇങ്ങനെ പൂവിൻ്റെ നടുക്കൊക്കെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാനിതൊക്കെ വാങ്ങിച്ചത്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഞാൻ ക്രാഫ്റ്റും സ്റ്റിച്ചിങ്ങും ഒക്കെ ചെയ്യുന്ന വീഡിയോ ഇടാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും മറക്കണ്ട. നിങ്ങൾ ധൈര്യമായിട്ട് ഇട്ടോളേ. ബൈ.